കോൺഗ്രസ് പാർട്ടിയും വി.ഡി. സതീശനും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രഹസമ്പർക്കം എന്ന നിലയിലാണ് ഇറങ്ങുന്നത്. അവരുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാണ്. പക്ഷെ അതിൽ ഏറ്റവും തമാശ ഇനി രാഹുൽ മാങ്കൂട്ടവും ഇതിന് മുന്നിൽ നിൽക്കുമോ? അദ്ദേഹത്തെ ഈ വീടിനുള്ളിലേക്കെല്ലാം സ്ത്രീകൾ കയറ്റുമോ? നല്ല ചോദ്യം. ഇതിപ്പോ കോൺഗ്രസ് വളരെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഇത് വാസ്തവത്തിൽ. അത് ഈ രാഹുലിന്റെ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്ന് അത് വലിയ ചർച്ചയായി ആകെ നാണം കെട്ട്. ഇപ്പൊ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ കോലാഹലങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. കാരണം വോട്ടധികാർ യാത്ര നടത്തുകയാണ്. എങ്ങനെയും ഈ വോട്ട് ചോരി ഒരു വലിയ വിഷയമായിട്ട് കത്തിച്ച് നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, കേരളത്തിലടക്കം. പക്ഷെ അതിന് ഒരു മൈലേജും ഇപ്പം കിട്ടുന്നില്ല. അത് നനഞ്ഞ പടക്കമല്ല, അത് ചീറ്റിപ്പോയ പടക്കമാണ്. ഒരു വിധത്തിലും അതിന്, കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു തട്ടിപ്പാണ്. ഈ പറഞ്ഞ പോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഈ തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇവരെടുത്ത് ചർച്ച ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഈ അബദ്ധജടിലമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതുപോലെ പലരും പല കാര്യങ്ങൾ പറയുന്നു. അത് അവരുടെ തന്നെ നേതാക്കൾ അതിനെ പൊളിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ ഒരു മന്ത്രിക്ക് മന്ത്രിപ്പണി നഷ്ടപ്പെട്ടു. അതുപോലെ കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഒരു പടി മുകളിലായിരുന്നു. ഈ LDFന്റെ പിണറായി വിജയന്റെ ഭരണത്തിൽ കടുത്ത അസംതൃപ്തിയുള്ള ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നിങ്ങനെ കൈയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സാഹചര്യത്തിലേക്കാണ് ഇടുത്തി പോലെ അവിടെ കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. കാരണം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് ജയിച്ചു. ചേലക്കരയിൽ മാത്രമാണ് കോൺഗ്രസിന് പരാജയമുണ്ടായത്. പക്ഷെ അവിടെ ആ പരാജയത്തിനിടയിലും ഒരു മധുരം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ 10,000 കുറച്ചത്. അവിടെ BJPയും വലിയൊരു തോതിൽ വോട്ട് പിടിച്ചു. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് വോട്ട് കുറയുകയും, അല്ലെങ്കിൽ BJP നേരത്തെ പിടിച്ചുകൊണ്ടിരുന്ന അവരുടെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് വിഹിതത്തിൽ അവർ ഒതുങ്ങി നിൽക്കുകയും വിജയം UDFന് ഉണ്ടാവുകയും ചെയ്തു. അതിപ്പോൾ പുതുപ്പള്ളിയിലാണെങ്കിലും ശരി, തൃക്കാക്കരയിലാണെങ്കിലും ശരി, നിലമ്പൂരാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, അവർക്ക് അക്കാര്യത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്താൻ പറ്റി. അവരുടെ കയ്യിൽ നിന്ന് പോയ നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ പറ്റി. ആ നിലമ്പൂർ തിരിച്ചു പിടിച്ചതോടുകൂടി കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. എങ്ങനെയും ഭരണത്തിൽ തിരിച്ചു വരാം എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടായി. പക്ഷെ അതിൻ്റെ മുകളിലേക്കാണ് ഇടുത്തി പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന് വീണിരിക്കുന്നത്. അവർ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് പോലും അറിയാതെ വട്ടം ചുറ്റുകയാണ് കോൺഗ്രസ് വാസ്തവത്തിൽ. പിന്നെ അത് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ കാഠിന്യം കുറയും. അതിപ്പോൾ ഒരു പരിധി വരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ ഈ എതിർപ്പ് കുറെ കുറഞ്ഞു ഈ വിഷയത്തിൽ. ഇനിയിപ്പോൾ ഒരു പക്ഷേ രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തടിയൂരി. പക്ഷെ അത് ചെയ്യിക്കാനുള്ള തൻ്റെ ഇടം, രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും കോൺഗ്രസ് നേതാക്കൾക്കില്ല. അതാണ് ഒരു സത്യം. അതവിടെ നിൽക്കട്ടെ. ആ സാഹചര്യത്തിൽ ഇവർ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് ഇപ്പോൾ ഈ സമ്പർക്ക പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും വാർഡ് തലത്തിൽ നേരിട്ട് സന്ദർശിച്ച് വീടുകളിലെത്തി ആൾക്കാർക്ക് ലഘുലേഖകൾ കൊടുക്കുക, ഈ പിണറായിയുടെ ഭരണത്തിൻ്റെ ദോഷങ്ങൾ ചർച്ച ചെയ്യുക, അതേക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക. ഇതാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ബലം ഇപ്പോഴില്ല. ഈ പറഞ്ഞതുപോലെ നേതാക്കൾ വീടുകളിലേക്ക് പോകാൻ മടിക്കുകയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദ്യം വന്നാൽ എങ്ങനെ നേരിടും? ഇനി ഈ പോകുന്നവരോട് നിങ്ങളെന്താ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാത്തതെന്നെങ്ങാനും ആരെങ്കിലും ചോദിക്കുമോ? അങ്ങനെ വലിയ രീതിയിൽ കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. ശരിക്കും ആക്രമിച്ചു നിന്ന കോൺഗ്രസ് ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ്.
ആ പ്രതിരോധിക്കുന്നത് ഭരണമുന്നണിയെയോ മാർക്സിസ്റ്റ് പാർട്ടിയെയോ ഒന്നുമല്ല. അവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങളെ. പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആരോപണം ഉന്നയിക്കുകയും കോൺഗ്രസ് പ്രവർത്തകരെ വീട്ടിനുള്ളിൽ കയറ്റരുതെന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ അങ്ങനെ കയറ്റരുത് എന്ന് പറയുമ്പോൾ അതിന് ശക്തി പകരുന്ന ഒരു സംഭവം മറുഭാഗത്ത് നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന അല്ലെ എത്ര എല്ലാ സ്ത്രീകൾക്കും മെസ്സേജ് അയക്കുന്ന, കണ്ടാൽ അദ്ദേഹം മെസ്സേജ് അയക്കും. അതെ, പരിചയപ്പെട്ടാൽ ഉടനെ ഫോൺ നമ്പർ കിട്ടിയാൽ അപ്പം മെസ്സേജ് അയക്കും. ഇനി ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറി മെസ്സഞ്ചർ വഴി മെസ്സേജ് അയക്കും. അതും ഇല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി മെസ്സേജ് അയക്കും എന്നൊക്കെയാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിപ്പോയി ഇവിടെ. എന്നാൽ അവർ വലിയ ആക്രമിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് VD സതീശന്റെ ഒരു നിലപാട്, എന്റെ ബോംബുമായി ഞാൻ അതെ അതെ അതെ, അതൊക്കെ ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയ കാഴ്ചയാണ് കേരളം കണ്ടത്. ബോംബ് പൊട്ടി കാള ഓടുകയും ചെയ്തു. അതെ, ബോംബും പൊട്ടി കാള കയറ് പൊട്ടിച്ച് ഓടുകയും ചെയ്തു. അതിതാണ് ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, കാള പറ്റെന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന ഒരു രീതി. അതാണ് ഇവിടെ സംഭവിച്ചത്. ആരോ എന്തോ പറഞ്ഞു, ഉടനെ ചാടി ഇറങ്ങി. പക്ഷെ അതൊക്കെ നടക്കട്ടെ. അത് ഈ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. അവരെ സംബന്ധിച്ച് അവരെ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. ഈ എന്താ പറയുക, സെൻട്രൽ ഫോർവേഡ് എന്നൊക്കെ നമ്മൾ ഫുട്ബോളിൽ പറയുന്നത് പോലെ ഈ മധ്യനിരയിൽ നിന്ന് അങ്ങോട്ട് മുന്നിലേക്ക് കയറി ഗോൾ മുഖത്ത് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് തലങ്ങും വിലങ്ങും പാസുകൾ കൈമാറി ഗോളടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു കോൺഗ്രസ്. അതാണിപ്പോൾ വലിയ പ്രതിരോധത്തിലായിട്ട് അവർ സെൻട്രൽ ബാക്ക്വേഡായി മധ്യനിരയ്ക്കും പുറകിൽ അവരുടെ ഗോൾ മുഖം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മതിൽ തീർത്ത് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഈ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും, ഇത് ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കൈകാര്യം ചെയ്യേണ്ട, അത് പരിഹരിക്കേണ്ട മാർഗവും അവരുടെ മുന്നിൽ തെളിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഓണക്കാലത്ത് സർക്കാരിനെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അതൊന്നും അവർ ഉപയോഗിക്കുന്നുമില്ല. വിലക്കയറ്റം, ശുഷ്കമായ ഓണവിപണി, അതുപോലെ ഈ പെൻഷൻ, DA, ശമ്പള DA, കുടിശ്ശികകൾ, ഇതൊന്നും കൊടുത്തിട്ടില്ല. ബോണസിൻ്റെ പ്രശ്നം, ജനങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനത്തിന് ഓണം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. സർക്കാർ ഏതാണ്ട് 20,000 കോടി രൂപ ഈ ഓണക്കാലത്ത് സർക്കാരിന് വേണം. അത് കടമെടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന സർക്കാർ. പക്ഷേ ആയുധം നഷ്ടപ്പെട്ട് ഈ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന പോരാളിയെ പോലെയാണ് ഈ പ്രതിപക്ഷം കേരളത്തിൽ ഇന്നത്തെ. അവരുടെ കയ്യിലിരുന്ന ആയുധം നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. യുദ്ധതന്ത്രം മറന്നതുപോലെ ഈ മറവി ബാധിച്ച നമ്മൾ സ്തബ്ധരായിട്ട് നിൽക്കുമല്ലോ. കാരണം അങ്ങനെ ആ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ അവരുടെ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറിയ VD സതീശൻ തന്നെ, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം അല്ലെ ഒരു വിപ്രാളം കൊണ്ട് എന്തോ വിളിച്ചു പറയുക. അതെ, ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അങ്ങനെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയെല്ലാം തന്റെ എല്ലാ ലക്ഷ്യങ്ങളും പരാജയപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്. അതായത് അന്തം വിട്ട പ്രതി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഹാലിളകിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വിജയത്തിന്റെ തൊട്ടടുത്ത് ചെന്നിട്ട് ഈ പരാജയം സംഭവിക്കുന്ന ഒരവസ്ഥ. ഈ അവസാനത്തെ ആ ലാപ്പിൽ ഓടിയെത്താൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നിടത്ത് കാല് കുഴഞ്ഞു നിലത്ത് വീഴുന്ന അവസ്ഥ. അതാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകണം. അത് പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ എങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ ജനങ്ങൾ ഏറ്റവും താഴെ തട്ടിൽ വാർഡ് തലത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചയാകുന്നത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ വാർഡുകളിലും അത് വ്യത്യസ്തമായിരിക്കും. ഒരു വാർഡിലുള്ള പ്രശ്നങ്ങളല്ല തൊട്ടടുത്ത വാർഡിലുള്ളത്. അത് കേരളത്തിൽ മുഴുവനും അങ്ങനെയാണ്. അപ്പോൾ അവിടെ വേണ്ട വിധത്തിൽ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് ജനങ്ങളുടെ മുന്നിലെത്തി വോട്ട് ചോദിച്ച് ആ വോട്ട് വാങ്ങി വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ ചേർന്ന് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് ഒരു വലിയ അളവ് വരെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്നു. അതിനെ മുതലെടുക്കാൻ ഇടതുപക്ഷം തന്ത്രപരമായിട്ട് നീങ്ങുന്നു. മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് ഈ കാര്യത്തിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ
ബലഹീനത ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊന്നും ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയ ആ ഒരു നിര, ആ ഒരു ചെയിൻ, അത് എവിടെയൊക്കെയോ പൊട്ടിത്തകർന്ന്, ആ കണ്ണികൾ തകർന്ന്, ആ ചങ്ങല പിന്നെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഭാവി അതുകൊണ്ട് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.